സ്ക്വയറുണ്ട്. ഇത് നമ്മളെ ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ്. ഇത് ഫിഷ് മാർക്കറ്റാണ്. കുറച്ച് സ്ഥലം മാത്രമേ ഞാൻ ഇന്ന് ഫിഷ് പിടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള മാർക്കറ്റ് തന്നെയാണിത്. എല്ലാവിധ ഫ്രഷ് മത്സ്യവും ഇവിടെ കിട്ടുന്നതാണ്. ഈ സെക്ഷൻ ഉണക്ക മത്സ്യം വിൽക്കുന്ന സ്ഥലമാണ്. ഉണക്ക മത്സ്യം, എല്ലാവിധ ഉണക്ക മത്സ്യം ഈ ഏരിയയിൽ കിട്ടും ദുബായിൽ. ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട്, പക്ഷേ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കുറച്ച് ഷോപ്പ് മാത്രമേ എടുത്തുള്ളൂ. ഇവിടെ എല്ലാവിധ ഉണക്ക മത്സ്യവും കിട്ടും. ഇതിൻ്റെ അങ്ങോട്ട് ആ കാണുന്ന ഭാഗത്തൊക്കെ എന്താ പറയുന്ന ഷോപ്പുകളുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം ഉണക്ക മത്സ്യത്തിൻ്റെ ഏരിയയാണ്. ഈ ഏരിയ ഫ്രൂട്ട്സ് ഏരിയയാണ്. എല്ലാവിധ ഫ്രൂട്ട്സുകളും ഇവിടെ കിട്ടും. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. വളരെ ക്വാളിറ്റിയും ഗുണനിലവാരമുള്ള ഫ്രൂട്ട്സാണ്. എല്ലാം നല്ല പ്രൈസാണ്. ഫിഷ് മാർക്കറ്റിന് ഉള്ളിൽ തന്നെ ഒരു മാർക്കറ്റ് തന്നെയാണിത്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഖജൂർ, ഈത്തപ്പഴവും കിട്ടും. ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളി ഇല മാത്രം, പച്ച ഇല മാത്രം കൊടുക്കുന്ന സ്ഥലമാണ്. കരിയേപ്പില, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എല്ലാം ഫ്രഷാണ് കേട്ടോ. കുഴപ്പമില്ല ഇവിടെയെല്ലാം. ഇത് വാട്ടർ മിലനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ വാട്ടർ മിലനിൽപ്പെട്ട എല്ലാ ഐറ്റവും ഇവിടെ കിട്ടും. നല്ല വാട്ടർ മിലനാണ്. എല്ലാം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇതൊരു മറ്റൊരു ഫ്രൂട്ട്സ് സ്റ്റാളാണ്. ഇവിടെയും എല്ലാവിധ ഫ്രൂട്ട്സുകളും കിട്ടുന്നു. ഓറഞ്ചൊക്കെ ഒരുപാടുണ്ട്, മുന്തിരി, ആപ്പിൾ, പല സൈസ് ആപ്പിളുകൾ, എല്ലാവിധ ഫ്രൂട്ട്സും ഉണ്ട്. പേര് പറയാൻ നിന്നാൽ ഒരുപാട് ഉണ്ട് പറയാൻ. ഈ സ്ഥലത്ത് ഈ കാണുന്നതും വാട്ടർ മില്ലൻ്റെ മറ്റൊരു ഷോപ്പാണ്. ഇവിടെയും എല്ലാം നല്ലവിധ എന്താ പറയുക, വാട്ടർ മിലനും കിട്ടും. പല സൈസിലുള്ള വാട്ടർ മിലൻ കിട്ടും. ഇതും മറ്റൊരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ്. ഇവിടെയും തെറ്റില്ലാത്ത ഗുണനിലവാരമുള്ള ഫ്രൂട്ട്സാണ് ഇരിക്കുന്നത്. പ്രൈസും സൈക്കബിളാണ് എന്ന് പറയാം. പല ഇനം ഫ്രൂട്ട്സുകളുണ്ട്. ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിളിൻ്റെ ഇടയിൽ മുട്ട, തേൻ, ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അച്ചാറൊക്കെ ഉണ്ട്. അച്ചാർ ഈ ബർണിയിലുള്ള അച്ചാറാണെന്ന് തോന്നുന്നു. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. മുട്ടയിലായിരുന്നു എൻ്റെ ശ്രദ്ധ. അതുകൊണ്ടാണ് മുട്ടയും തേനും എടുത്തത്. അപ്പം അദ്ദേഹം പറയുന്നത് നാടൻ മുട്ടയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുട്ടയാണ്. ഇവിടെ ഫാമിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്. താറാമുട്ടയുണ്ട്, കോഴിമുട്ടയുണ്ട്, പിന്നെ കാടയുടെ മുട്ടയുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇദ്ദേഹം വിൽക്കുന്നത് ഇവിടെ. പ്രൈസും വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പും ഞാനൊന്ന് കയറി ഒന്ന് കവർ ചെയ്തു. കുഴപ്പമില്ല, തെറ്റില്ലാത്ത പ്രൈസാണ്. ഞാൻ
മറ്റൊരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ്. ഇവിടെ ഇരിക്കുന്ന കരിക്കാണ്. ഈ കരിക്ക് ശ്രീലങ്കയിൽ നിന്ന് വരുന്നെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ ഫ്രൂട്ട്സുകൾ ഒരുപാടുണ്ട്. എന്തായാലും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ വിജയം. എല്ലാവരും സപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. ഈ ലാസ്റ്റിൽ വരാൻ നേരത്ത് ഇങ്ങനൊരു മാർക്കറ്റ് കൂടെ കണ്ടു. അപ്പോൾ അവരുടെയും ഒന്ന് കവർ ചെയ്താണ്. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് പറയുന്നു.